സാധാരണ ബിസിനസ് തുടങ്ങിയിട്ടല്ലേ പൊട്ടിപ്പോവാറ്. ഞങ്ങളുടെ ബിസിനസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ പൊട്ടിപ്പോവാറുണ്ട്. 2019, അതായത് ഇന്ത്യയിൽ കോവിഡ് വരുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബിസിനസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പശു വാങ്ങിയിട്ട് പാല് കറന്ന് വിൽക്കായിരുന്നു ഞങ്ങളുടെ ബിസിനസ് പ്ലാൻ. അങ്ങനെ ഒരു 6-7 മാസം പ്ലാനിങ് ആയിരുന്നു. 10 പൈസ കയ്യിലില്ലെങ്കിലും ഫുള്ള് പ്ലാനിങ് മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ഫാമുകൾ പോയി കണ്ടു, കുറെ ക്ഷീര കർഷകരെ പോയി കണ്ടു. പക്ഷെ കയ്യിൽ 5 പൈസ ഇല്ല. പിന്നെ നാടോടിക്കാറ്റ് സിനിമ കണ്ടതോടുകൂടി ആ പ്ലാൻ വെറും പ്ലാൻ മാത്രമായിട്ട് മാറി. അങ്ങനെ എന്റെ കൂട്ടുകാരൻ കൊണ്ടുവന്ന അടുത്ത പരിപാടിയാണ് പോത്ത് കച്ചവടം. പോത്ത് കച്ചവടം ഇപ്പോഴും ഞങ്ങൾക്കൊരു വീക്ക്നെസ് ആണ്. കാരണം മെയിൻ്റനൻസ് കുറഞ്ഞതും വരുമാനം കൂടുതലുള്ള പരിപാടിയാണ് പോത്ത് കച്ചവടം. ബെല്ലാരി രാജയായിരുന്നു ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. വെറും 6 പോത്തുകളായിട്ടാണല്ലോ പുള്ളി തുടങ്ങിയത്. അങ്ങനെ ഈ പരിപാടി വീട്ടിൽ അവതരിപ്പിച്ചപ്പോ പുച്ഛം മാത്രം. നിങ്ങളെക്കാളും വലിയ പോത്ത് ഈ കേരളത്തിൽ തന്നെ ഇല്ല എന്നായിരുന്നു വീട്ടുകാരുടെ മറുപടി. അങ്ങനെ പോത്തുകൾക്ക് ഒരു കോമ്പറ്റീഷൻ ആകാൻ ഞങ്ങൾ തയ്യാറാകാത്തതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അന്നേ പാടെ ഉപേക്ഷിച്ചു. അങ്ങനെ ആ ബിസിനസ്സും തുടങ്ങുന്നതിന് മുന്നേ പൊട്ടി. ഇനി ചായക്കട തുടങ്ങാൻ പോയ ഞങ്ങളുടെ അടുത്ത പരിപാടി അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഷെയർ ചെയ്യുക,